ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിതാ മധ്യപ്രദേശിൽ നിന്ന് നാട്ടിലോട്ട് ലാൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ എത്തിയതൊരു 13-ാം തീയതി വൈകിട്ടൊക്കെ ആയിരുന്നു. നല്ല ക്ലൈമറ്റൊക്കെയാണ്, ചെറിയ തണുപ്പൊക്കെ ഉണ്ട്, എന്നാലും നല്ല ചൂടൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ മധ്യപ്രദേശിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തണുപ്പാണ്. ഡിസംബറിലൊക്കെ നല്ല തണുപ്പാണ്. നമ്മളവിടുന്ന് രക്ഷപ്പെട്ടിട്ട് ഇങ്ങോട്ട് ഓടി വന്നതാണ് കേട്ടോ. കാരണം അവിടുത്തെ തണുപ്പൊന്നും നമുക്ക് എന്താ പറയുക അഡ്ജസ്റ്റ് ചെയ്തിട്ടാവില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എന്താ നാട്ടിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഏട്ടനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷത്തിൽ 30 ദിവസം കേട്ടോ ലീവ് ഉള്ളത്. ഇവിടെ പട്ടാളത്തിലൊക്കെ അങ്ങനെയാണ്, അതായത് BSFലൊക്കെ അങ്ങനെയാണ്. അപ്പോൾ ഇതാ നമ്മുടെ എന്താ പറയുക വർഷം അവസാനം ആയില്ലേ, അപ്പോൾ പെട്ടെന്ന് ലീവ് എടുത്തില്ലെങ്കിൽ പിന്നെ ആ ഒരു ലീവ് നമുക്ക് കിട്ടില്ല കേട്ടോ, നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അതാ ഞങ്ങൾ വേഗം നാട്ടിലോട്ട് വന്നതാണ്. ഇനി 1-2 മാസം ഞങ്ങൾ നാട്ടിലുണ്ടാവും കേട്ടോ. നാട്ടിലിങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കാരണം വർഷത്തിൽ ഇതുപോലെ കുറച്ച് ദിവസമല്ലേ നമുക്ക് ലീവൊക്കെ കിട്ടുള്ളൂ. ഇപ്രാവശ്യം നമ്മൾ കൂടുതൽ ലീവിലാട്ടോ വന്നിരിക്കുന്നത്. സാധാരണ ഞങ്ങൾ ഒരു 10-15 ദിവസത്തെ ലീവിലായിരിക്കും എപ്പോഴും നാട്ടിലോട്ട് ഓടി വരും, എന്നിട്ട് തിരക്കിട്ട് തിരിച്ചു പോവുകയും ചെയ്യും കേട്ടോ. കാരണം എന്താ പറയുക, ഈ വന്നിട്ട് ഒരു ദിവസം പോലും നമുക്ക് വീട്ടിലിരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. കാരണം നമ്മൾ എന്തിനെങ്കിലുമൊക്കെ ആയിട്ട് ഡെയിലി ഇങ്ങനെ പുറത്ത് പോയിക്കൊണ്ടേയിരിക്കും. ഒരു പണിയില്ലെങ്കിലും നമ്മൾ പുറത്ത് പോകും കേട്ടോ. കാരണം ചായ കുടിക്കുക, എണ്ണപ്പലഹാരങ്ങൾ കഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എല്ലാ ദിവസവും അങ്ങനെ പുറത്ത് പോകും കേട്ടോ. ഈ വർഷം നാട്ടിൽ വന്നപ്പോൾ മാവൊക്കെ പൂത്തിട്ടുണ്ട്. ഈ ഒരു മാവിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷം മൊത്തം ഇതിനകത്ത് കായ ഉണ്ടാവും കേട്ടോ. ഇത് ഏത് മാവാണെന്ന് എനിക്കറിയില്ല, അച്ഛൻ ഇങ്ങനെ പറയുന്നത് കേൾക്കുക, പക്ഷേ എനിക്ക് അങ്ങനെ പേര് മറന്നു പോയി കേട്ടോ. ഞങ്ങളിതാ വൈകിട്ട് പാടത്തിൻ്റെ അടുത്ത് വന്നിരിക്കുവാണ്. നമ്മുടെ വീടിൻ്റെ തൊട്ട് സൈഡിലൊക്കെ പാടം കേട്ടോ. അതായത് നമ്മുടെ വീടാണ് എൻ്റെ, അതുകൊണ്ട് തന്നെ നമ്മുടെ സൈഡിലും ഫ്രണ്ടിലും എല്ലാം പാടമാണ് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ഇതിൽ കൂടെ ഒരു കനാലും കൂടെ പോകുന്നുണ്ട്. ഇത് മലമ്പുഴ ഡാമിൽ നിന്ന് വരുന്ന കനാലാട്ടോ. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നെല്ലിയാമ്പതി മലയൊക്കെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആൾക്ക് ഇങ്ങനെ നോക്കിയിരിക്കും. അതാണ് ഇവിടുത്തെ ഞങ്ങളുടെ ഒരു എന്താ പറയുക മെയിൻ വിനോദം. അതായത് വൈകിട്ടൊക്കെ ആവുന്ന സമയത്ത്, വൈകിട്ട് അല്ലെങ്കിൽ പിന്നെ നല്ല വെയിലൊക്കെ വരുന്നതിന് മുന്നേ നല്ല രാവിലെയൊക്കെ ഉണ്ടാവില്ലേ, ഒരു 6 മണി 7 മണി, ഇവിടെ 8 മണി വരെയൊക്കെ നല്ല കാലാവസ്ഥയായിരിക്കും കേട്ടോ രാവിലെയും. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഇതുപോലെ പാടത്തിൻ്റെ അടുത്തൊക്കെ വന്നിരിക്കാൻ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളുടെ വീട് ഒഴുപാറ എന്ന് പറയുന്ന ഒരു സ്ഥലത്താട്ടോ. പല്ലശ്ശന പല്ലാവൂർ എന്നൊക്കെ കേട്ടിട്ടില്ലേ നിങ്ങൾ? അതുപോലെ തന്നെ എന്താ പറയുക കൂടല്ലൂർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ ഷൂട്ടിങ്ങിൻ്റെയൊക്കെ മെയിൻ ആയിട്ടുള്ളൊരു സ്ഥലം കേട്ടോ. കാരണം ഇപ്പോൾ ഇറങ്ങുന്ന എന്താ പറയുക വിനീത് ശ്രീനിവാസിൻ്റെയൊക്കെ പടങ്ങളിൽ മുഴുവനും നമ്മുടെ കൂടല്ലൂരും അതുപോലെ ഒഴുപാറയൊക്കെ തന്നെയാണുള്ളത്. അതുപോലെ കുഞ്ഞിരാമായണമൊക്കെ ഇല്ലേ, ആ പടമൊക്കെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വെച്ചിട്ടാട്ടോ ഷൂട്ട് ചെയ്തത്. പിന്നെ ഇവിടുത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പൊല്യൂഷനൊന്നും ഇല്ലാത്ത നല്ല കാലാവസ്ഥയും ഒക്കെ ആയതുകൊണ്ട് വണ്ടികളും ഇല്ല. അതുകൊണ്ട് തന്നെ കുഞ്ഞിനാണെങ്കിലും കളിക്കാൻ ഇവിടെ ഭയങ്കര നല്ലതാട്ടോ. ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ അവന് അങ്ങനെ ബോറടിക്കാറൊന്നുമില്ലേ. കാരണം 2 ഡോഗുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിൽ. അപ്പോൾ അവരെ കളിപ്പിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഞങ്ങൾ വൈകിട്ടൊക്കെ ആകുമ്പോൾ ഇതുപോലെ പുറത്തിറങ്ങി ഇതുപോലെ പാടത്തിൻ്റെ അടുത്തൊക്കെ വന്നിരിക്കും കേട്ടോ. ഇതൊക്കെ കണ്ടിരിക്കുമ്പോൾ നല്ല രസമാണ്. പിന്നെ ഞങ്ങൾ ഇടനേരത്തൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക നമ്മുടെ ചുറ്റും 3 മാർക്കറ്റാട്ടോ ഉള്ളത്. അതായത് കൊടുവായൂർ പോവാം, കൊല്ലംകോട് പോവാം, അതുപോലെ നെന്മാറ. ഇവിടെ 3 അവിടെ പോയി കഴിഞ്ഞാലും നമുക്ക് ഹോൾസെയിൽ വിലയ്ക്കുള്ള സാധനങ്ങൾ കിട്ടും. ഡെയിലി ഞങ്ങൾ ഏതെങ്കിലുമൊക്കെ മാർക്കറ്റിലേക്ക് എല്ലാ ദിവസവും പോയിക്കൊണ്ടിരിക്കും കേട്ടോ. ഒരിക്കൽ കൊല്ലംകോട് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കൽ കൊടുവായൂർ പോവും, പിന്നെ ഞങ്ങൾ നെന്മാറ പോവും. നെന്മാറ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ എന്തായാലും എന്തെങ്കിലുമൊക്കെ സ്നാക്സ് കഴിച്ചിട്ടേ വരുള്ളൂ കേട്ടോ. കൊടുവായൂർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്തായാലും വീട്ടാവശ്യത്തിനുള്ള സാധനങ്ങളായിരിക്കും മേടിച്ചിട്ട് വരിക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഹോൾസെയിലായിട്ടുള്ള സാധനങ്ങൾ മേടിക്കാൻ കിട്ടും കേട്ടോ. നമ്മുടെ കൊടുവായൂരിൽ നിന്നാണ് അധികം ആൾക്കാർ പാലക്കാട് ബാക്കിയുള്ള സ്ഥലങ്ങളിലോട്ടൊക്കെ ഹോൾസെയിൽ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് പോയിട്ട് കച്ചവടം നടത്താൻ വേണ്ടിയിട്ട് മേടിച്ചുകൊണ്ട് പോകാറുള്ളതേ. പിന്നെ ഞങ്ങൾ കൊല്ലംകോടുള്ള ചിങ്ങഞ്ചിറ കാണാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ കുറേ പേര് വന്ന് ഭക്ഷണമൊക്കെ വെച്ച് കഴിക്കുന്നതൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. അവർ കൊല്ലംകോട് തന്നെയുള്ള വേറൊരു ഫ്രണ്ടിൻ്റെ വീട്ടിലിപ്പോൾ സ്റ്റേ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ അവരുടെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരെയും കൂട്ടിയിട്ട് ഇനി നമ്മൾ പോകാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സീതാർകുണ്ടിലോട്ടാട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് ബാക്കിയുള്ള വീഡിയോസൊക്കെ എടുക്കുമ്പോൾ ഞാൻ അവരെ കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ സീതാർകുണ്ടിൻ്റെ അടുത്തോട്ട് എത്തിയിട്ടോ. അപ്പോൾ അവിടെയുള്ള കാഴ്ചയാണ് ഇതൊക്കെ. നല്ല രസം കേട്ടോ ഈ ഒരു പ്രദേശം മൊത്തം കാണാൻ. നമ്മുടെ പാലക്കാട് തന്നെ അടിപൊളിയാട്ടോ കാണാൻ. നിങ്ങൾ എപ്പോഴേലും പറ്റുവാണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാലക്കാട് ഇല്ലാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് പാലക്കാടിലോട്ടൊക്കെ വന്ന് വിസിറ്റ് ചെയ്ത് നോക്കണം
നോക്കണം കേട്ടോ. എന്ത് രസമാണെന്നറിയാം, ഇവിടുത്തെ ഗ്രാമപ്രദേശമൊക്കെ കാണാൻ ഭയങ്കര രസമാണ്. എന്താ പറയുക, ഇതിൻ്റെ ചുറ്റും എന്താ പറയുക മാവിൻ്റെ തോട്ടം, അതുപോലെ എന്താ പറയുക കുറേ തെങ്ങൊക്കെ വെച്ചിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. എല്ലാ മാവിലും കുറേ മാങ്ങയൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നേ. നമുക്ക് പറിച്ചെടുത്തുകൊണ്ട് പോകാൻ തോന്നും, പക്ഷെ നമ്മുടെ വീട്ടിൽ എന്തായാലും ആവശ്യത്തിന് മാങ്ങയൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഈ റോഡ് ചെറുതായത് കാരണം നമുക്ക് ചെറിയൊരു ബ്ലോക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും കുഴപ്പമില്ല, നമ്മൾ വണ്ടിയൊക്കെ സൈഡാക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഈ ഒരു തൊട്ടടുത്ത് തന്നെ ഒരു ചായക്കട ഉണ്ടായിരുന്നേ, ഫേമസ് ആയിട്ടുള്ള കടയാണ്. ഇത്രയും ദിവസം എനിക്ക് ആ പേര് ഓർമ്മയുണ്ടായിരുന്നു, പക്ഷെ ഇപ്പം എനിക്ക് മറന്നുപോയി കേട്ടോ. അപ്പോൾ ആ കടയിലായിരുന്നു കേട്ടോ ഞാൻ നിന്നിട്ടുണ്ടായിരുന്നു. ചെറിയൊരു കടയാണേ. നിങ്ങൾ കൊല്ലംകോട് നിന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, സീതാർകുണ്ട് നിന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും ആ ഒരു ചായക്കടയിൻ്റെ എന്താ പറയുക വീഡിയോസൊക്കെ എന്തായാലും നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. പേര് കിട്ടിയിട്ടോ, ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കട എന്നാണേ. അപ്പോൾ അങ്ങനെ അടിച്ചു കൊടുത്താൽ മതി, എന്തായാലും നിങ്ങൾക്ക് അത് കാണാൻ പറ്റും കേട്ടോ. ചെറിയൊരു കടയാണ്. എന്താ പറയുക, നമുക്ക് കയറി നിവർന്ന് നിൽക്കാൻ പോലുള്ള ഗ്യാപ്പ് ഉണ്ടാവില്ല കേട്ടോ. അതായത് ചെറിയൊരു കടയാണേ, പക്ഷെ അതിനകത്ത് നല്ല തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. ഫോറിനേഴ്സൊക്കെ വരാറുണ്ടെന്ന് തോന്നുന്നു. കാരണം അവിടെ പോയി നമ്മൾ നിന്ന സമയത്ത് അങ്ങനെ കുറച്ച് പേരെ കണ്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ ചുറ്റും എന്താ പറയുക 1-2 കടകളൊക്കെ ഉണ്ട്. അവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നാട്ടും പുറത്തുനിന്ന് തന്നെ, അതായത് ആ ഒരു ഗ്രാമത്തിൽ നിന്ന് തന്നെ വലിക്കുന്ന, അവരുടെ സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ വലിച്ചുകൊണ്ട് വരുന്ന മാങ്ങയും ചക്കയും അതുപോലെ വെളിച്ചെണ്ണ ഉണ്ടാക്കിയതും എല്ലാം അവിടെ ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മുടെ സ്വന്തം വീട്ടുവളപ്പിൽ നിന്ന് തന്നെ കിട്ടുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ എടുത്ത് വിൽക്കാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പനങ്കൽക്കണ്ടൊക്കെ ഉണ്ടല്ലോ, പനങ്കൽക്കണ്ടൊക്കെ അവിടെ കുറേ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ജസ്റ്റ് വീഡിയോ എടുത്തപ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു, ജസ്റ്റ് വീഡിയോ എടുത്താൽ മാത്രം പോരാ, അതൊക്കെ ഫോണിൽ എല്ലാവരും വന്ന് എടുത്തിട്ട് പോകും, എന്നിട്ട് ആരും അങ്ങനെ വീഡിയോ ആയിട്ടൊന്നും ഇടാറില്ല, നിങ്ങൾ വീഡിയോ ആയിട്ട് ഇടണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുത്തെ ആ ഒരു ചായക്കടയിലത്തെ ഒരു ആൻറ്റി ഉണ്ടായിരുന്നു, അവർ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ട് പിന്നെ വരുവാണേ ചെയ്തത്. ഞങ്ങളുടെ ഫ്രണ്ടിനെ കാണാനാട്ടോ ആദ്യം പോവുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയിട്ട് എന്താ പറയുക സീതാർകുണ്ടിലോട്ട് എത്തും. അപ്പോൾ അവിടെ പോകുന്നതിന് മുന്നായിട്ട് അവിടെ എന്താ പറയുക താമരപ്പാടമൊക്കെ ഉണ്ട് കേട്ടോ. അത് ഞങ്ങൾ വരുന്ന വഴിക്ക് കാണാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം താമരപ്പാടം കാണണമെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുട്ടത്തുനിന്ന് കാണുന്നതായിരിക്കും കേട്ടോ നല്ലത്. കാരണം ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അല്ലെങ്കിൽ തന്നെ എൻ്റെ വീഡിയോ മൊത്തം ഷേക്കി ആട്ടോ. റോഡും കൂടെ മൊത്തം കുണ്ടും കുഴിയായിരുന്നേ. ഇത്രയും നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസൊക്കെ ആയിട്ട് ഈ റോഡ് മൊത്തം വൃത്തികേടായി കിടക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. അതായത് റോഡിൻ്റെ ചുറ്റും നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ റോഡ് മൊത്തം കുണ്ടും കുഴിയായിട്ട്. നമ്മളിപ്പോൾ താമരപ്പാടത്തിൻ്റെ അടുത്തായിരുന്നു കേട്ടോ എത്തിയിട്ടുണ്ടായിരുന്നു. ആ റോഡൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മോശമായിരുന്നു കേട്ടോ. കാരണം എന്താ പറയുക എടുപ്പ് പോകും അത്രയും എന്താ പറയുക കുണ്ടും കുഴിയായിരുന്നേ. ചാടിയിട്ടായിരുന്നു ഞാൻ വീഡിയോ എടുക്കുന്നതും. വണ്ടിയൊക്കെ പോകുമ്പോൾ എന്താ പറയുക ഇങ്ങനെ ഇപ്പം നമ്മൾ സ്ലിപ്പായി താഴെ വീടുന്നുള്ള രീതിയിലായിരുന്നു കേട്ടോ വണ്ടിയൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ സീതാർകുണ്ടിലോട്ട് എത്തിയിട്ടോ. പിന്നെ ഇപ്പോൾ അവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സീതാർകുണ്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ടിക്കറ്റൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അതായത് പൈസയൊക്കെ കൊടുക്കണേ ടിക്കറ്റിന് വേണ്ടിയിട്ട് ഉള്ളിലേക്ക് കിടക്കണമെങ്കിൽ. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കിടന്നിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല കേട്ടോ. സീതാർകുണ്ടിൻ്റെ ആ ഒരു ഭംഗി തന്നെ പോയി. കാരണം എല്ലാവരും വളച്ച് കെട്ടുകയൊക്കെ ചെയ്തുകൊണ്ട് തന്നെ ഇപ്പം അങ്ങനെ പ്രത്യേകിച്ച് എന്താ പറയുക പ്രത്യേകിച്ച് ഒരു സാഹസികമായിട്ടൊന്നും തോന്നുന്നില്ല കേട്ടോ. പക്ഷേ പണ്ട് പോകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മരത്തിൻ്റെയൊക്കെ വേരൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിലൊക്കെ പിടിച്ചിട്ടായിരുന്നു കേട്ടോ നമ്മൾ ആ താഴത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ കെട്ടിയിട്ടുണ്ട്, അതിൽ കൂടെ ഇറങ്ങുക, എന്നിട്ട് കുറച്ച് നേരം ആ വെള്ളത്തിൽ കളിക്കുക. പക്ഷേ വെള്ളത്തിൽ കളിക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെ ഒത്തിരി പേരാട്ടോ ഉള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇടയിൽ കൂടെ കളിക്കാനോ ഒന്നും തോന്നുമൊന്നുമില്ല. പിന്നെ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ പോലെ മാലിന്യങ്ങളൊന്നും ഇടാത്ത കാരണം ആ ഒരു വൃത്തി എന്തായാലും ഉണ്ട് കേട്ടോ.
പിന്നെ കുറേ പേര് വരുന്നതല്ലേ. പണ്ടൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഭക്ഷണം കഴിച്ച വേസ്റ്റ്, പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളമടിക്കാരൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവരൊക്കെ വന്നിരുന്ന് വെള്ളം അടിക്കുന്ന സ്ഥലമൊക്കെ ആട്ടോ അത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സ്ഥലമൊക്കെ ആയതുകൊണ്ട് തന്നെ അവിടെ അങ്ങനെ കുപ്പികളൊക്കെ കാണാൻ പറ്റുമായിരുന്നേ. ഇപ്പം അങ്ങനെയൊന്നുമില്ല, എല്ലാം അതാ വളച്ച് കെട്ടി മൊത്തം എന്താ പറയുക. ഇപ്പോൾ ഇവിടെ ഒരു 5 മണി വരെയൊക്കെ ഉള്ളൂ കേട്ടോ പ്രവേശനം. രാവിലെ എത്ര മണി തൊട്ടാണെന്ന് അറിയില്ല, പക്ഷേ വൈകിട്ട് ഒരു 5 മണി വരെ 6 മണി വരെയൊക്കെ ഉള്ളൂ തോന്നുന്നു. അപ്പോൾ അതിന് മുന്നേ തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇപ്പോൾ അവിടെ സെക്യൂരിറ്റി ഗാർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ ടൈം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വിസിലടിക്കുകയൊക്കെ ചെയ്യും കേട്ടോ, തിരിച്ച് കയറാനും വേണ്ടിയിട്ട്, മുകളിൽ കയറാനും പറയുവേ. അപ്പോൾ അതാ ഞങ്ങൾ അവിടെ എത്തി. ബാക്കിയുള്ള ഞങ്ങളുടെ കൂടെ വന്നവരെല്ലാവരും വെള്ളത്തിലോട്ടൊക്കെ ഇറങ്ങിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളങ്ങനെ വെള്ളത്തിലൊന്നും കളിച്ചൊന്നുമില്ല കേട്ടോ. മോനെ കളിപ്പിച്ചു, ഏട്ടനും മോനും കൂടെ പോയി കളിച്ചു. പക്ഷെ ഞാൻ അവിടെ മുകളിൽ തന്നെ ഇരുന്ന് വീഡിയോസൊക്കെ എടുക്കുമായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നല്ല പാറയുടെ മുകളിൽ നിന്ന് ഒളിച്ചു വരുന്ന വെള്ളമായതുകൊണ്ട്, അതായത് മലയുടെ മുകളിൽ നിന്ന് ഒളിച്ചു വരുന്ന വെള്ളമായതുകൊണ്ട് നല്ല ജില്ലെന്നുണ്ടായിരിക്കുവേ. അതുകൊണ്ട് തന്നെ ഈ വെള്ളത്തിലൊക്കെ കുളിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പനിയും ജലദോഷമൊക്കെ വരും കേട്ടോ കുട്ടികൾക്ക്. അതുകൊണ്ട് തന്നെ മോൻ്റെ തലേന്ന് നനയ്ക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ഇന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ കനാലത്തെ വെള്ളം വന്ന ദിവസമായതുകൊണ്ട് ചെറിയൊരു മഴപ്പൊടിയിലും അതുപോലെ നല്ല കാറ്റൊക്കെ ഉണ്ട് കേട്ടോ. നല്ല തണുപ്പൊക്കെ ഉള്ളൊരു ദിവസമാണ്. ഞങ്ങൾ സീതാർകുണ്ടിലോട്ട് എത്തിയപ്പോൾ തന്നെ 5 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ലേറ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ലാസ്റ്റ് ടിക്കറ്റൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് എടുത്തിട്ട് ഓടി വരുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ കളിച്ചിട്ട് പിന്നെ വേഗം കയറി കേട്ടോ. കാരണം നമുക്കിനി താമരപ്പാടം കാണാൻ പോകണം. അവിടെ ഇപ്പോൾ ചെണ്ടുമല്ലിയൊന്നും ഇല്ല കേട്ടോ. ഇപ്പോൾ അവിടെ ലൈറ്റിങ്സും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ അവിടേക്ക് പോകണം. അപ്പോൾ ഞങ്ങളെല്ലാവരും തിരിച്ചു കയറാൻ നിൽക്കുക കേട്ടോ. പിന്നെ അത് മാത്രമല്ല, അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡൊക്കെ വന്നിട്ടുണ്ട് എല്ലാവരെയും വെള്ളത്തിൽ നിന്ന് കയറ്റാനും വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കയറി പോവാട്ടോ, തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൂടെ വന്നിട്ടുള്ള എല്ലാവരും വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ മാത്രമാണേ വെള്ളത്തിക്കൊന്നും ഇറങ്ങാതെ ഡ്രസ്സൊന്നും നനയ്ക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. കാരണം നമ്മൾ ബൈക്കിലൊക്കെ ആയിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നു. തിരിച്ചു പോകുമ്പോഴും നല്ല കാറ്റൊക്കെ ആയിരിക്കും. കാരണം നമ്മുടെ വീട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാടത്തിൻ്റെ ആ ഒരു സൈഡിലായതുകൊണ്ട് 2 ഭാഗത്തും മരങ്ങളൊക്കെയാണ്. ആ ഒരു സൈഡ് മൊത്തം പാടമൊക്കെയാണ്. അപ്പോൾ നല്ല കാറ്റൊക്കെ അടിക്കുകയും അതുകൊണ്ട് തന്നെ എനിക്ക് എന്താ പറയുക, ഇവിടുത്തെ തണുപ്പേ മധ്യപ്രദേശത്തെ തണുപ്പേ ഞാൻ മതിയായിട്ടായിരുന്നു കേട്ടോ നാട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇനി എനിക്കൊരു തണുപ്പും കൂടെ സഹിക്കാനുള്ള ത്രാണിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വെള്ളത്തിലോട്ടേ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇനി നമ്മൾ നെക്സ്റ്റ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ താമരപ്പാടം കാണാൻ വേണ്ടിയിട്ടാട്ടോ. തിരിച്ച് പോകുന്ന വഴിക്കും ചെറിയൊരു ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ എത്തിയപ്പോൾ ചായയും കടയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പഴംപൊരി കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പഴംപൊരി ആയിരുന്നു കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കുന്നിക്കുരുവിൻ്റെ ചെടി ഇങ്ങനെ വളർന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ കുറേ കുന്നിക്കുരുവൊക്കെ താഴെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മക്കൾ പെറുക്കി എടുത്തിട്ട് കുറേ നേരം കളിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. നമുക്ക് പിന്നെ വീടിൻ്റെ അടുത്ത് തന്നെ പാടമൊക്കെ ആയതുകൊണ്ട് എനിക്കിതൊന്നും കണ്ടപ്പോൾ പ്രത്യേകിച്ച് അങ്ങോട്ട് ഫീലൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്നാലും ഞാനൊന്ന് വീഡിയോ എടുത്തു. കാരണം നാട്ടിൽ പോയിട്ട് നമ്മൾ എവിടേക്ക് പോയി എന്നൊക്കെ ഒന്ന് വീഡിയോ ഒക്കെ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ഇങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി മറക്കുന്ന ഒരാളാണ് കേട്ടോ. ക്യാമറ നമ്മുടെ ഫോണിലുണ്ട് എന്നുള്ളൊരു കാര്യം തന്നെ മറക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ നിങ്ങൾക്കും അങ്ങനത്തെ മറവിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ.